സംഖ്യ 5-ാം അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഓരോ കുഷ്ഠബാധിതനെയും, സ്രവമുള്ള ഓരോരുത്തനെയും, മൃതദേഹം വഴി മലിനനായ ഓരോരുത്തനെയും പാളയത്തിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് ഇസ്രായേല്യരോട് നീ കൽപ്പിക്കുക. സ്ത്രീ പുരുഷ ഭേദമന്യേ നിങ്ങൾ പറഞ്ഞയക്കണം. പാളയത്തിന് പുറത്തേക്ക് നിങ്ങൾ അവരെ പറഞ്ഞയക്കണം. അങ്ങനെ അവരുടെ മധ്യേ ഞാൻ വസിക്കുന്ന അവരുടെ പാളയങ്ങൾ അവർ മലിനമാക്കാതിരിക്കട്ടെ. ഇസ്രായേല്യർ അപ്രകാരം ചെയ്തു. അവർ അവരെ പാളയത്തിന് പുറത്തേക്ക് പറഞ്ഞയച്ചു. കർത്താവ് മോശയോട് എപ്രകാരം കൽപ്പിച്ചുവോ അപ്രകാരം ഇസ്രായേല്യർ പ്രവർത്തിച്ചു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: നീ ഇസ്രായേല്യരോട് പ്രസ്താവിക്കുക, അവർ കർത്താവിനെതിരെ അവിശ്വസ്തത കാട്ടി ഏതെങ്കിലും മാനുഷിക ദ്രോഹം ചെയ്യുന്നുവെന്നിരിക്കട്ടെ. പുരുഷനായാലും സ്ത്രീയായാലും ആ വ്യക്തി കുറ്റം ചെയ്യുന്നു. തങ്ങൾ ചെയ്ത പാപം അവർ ഏറ്റുപറയണം. തൻ്റെ നഷ്ടപരിഹാരം അതിൻ്റെ മൂല്യത്തിൽ അവൻ തിരിച്ചേൽപ്പിക്കണം. അതിന്മേൽ അതിൻ്റെ 1/5 കൂട്ടിച്ചേർത്ത് ആരെ അവൻ ദ്രോഹിച്ചുവോ അവന് നൽകണം. നഷ്ടപരിഹാരം ഒരുവന് തിരിച്ചേൽപ്പിക്കാൻ വീണ്ടെടുപ്പുകാരനില്ലാത്ത പക്ഷം തിരിച്ചേൽപ്പിക്കപ്പെടേണ്ട നഷ്ടപരിഹാരം കർത്താവിനുള്ളതായിരിക്കും, അതായത് പുരോഹിതനുള്ളതായിരിക്കും. ഇത് അതിനെ പ്രതി അർപ്പിക്കേണ്ട പരിഹാരയാഗത്തിൻ്റെ മുട്ടാടിനു പുറമെയാണ്. ഇസ്രായേല്യരുടെ എല്ലാ വിശുദ്ധ കാര്യങ്ങൾക്കുമായി അവർ പുരോഹിതന് സമർപ്പിക്കുന്ന ഓരോ കാണിക്കയും അവനുള്ളതായിരിക്കും. എന്നാൽ ഒരുവൻ തനിക്കായി വേർതിരിച്ചിട്ടുള്ളവ തനിക്കുള്ളതായിരിക്കും. ഒരുവൻ പുരോഹിതന് നൽകുന്നത് അവനുള്ളതുമായിരിക്കും. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: നീ ഇസ്രായേല്യരോട് പ്രഖ്യാപിച്ച് അവരോട് പറയുക, ആരുടെയെങ്കിലും ഭാര്യ വഴിപിഴയ്ക്കുകയും അവനു നേരെ അവിശ്വസ്തത കാട്ടുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. ഒരു പുരുഷൻ അവളെ പ്രാപിച്ച് ലൈംഗിക വീഴ്ച നടത്തുന്നു, എന്നാൽ അവളുടെ ഭർത്താവിൻ്റെ ദൃഷ്ടിയിൽ അത് മറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവൾ സ്വയം ഒളിക്കുന്നെങ്കിലും അവൾ മലിന തന്നെ. എന്നാൽ അവൾക്കെതിരെ സാക്ഷിയില്ലാത്തതിനാൽ അവൾ പിടിക്കപ്പെടുന്നില്ല. മറിച്ച് ഭാര്യ മലിനയായിരിക്കെ അസൂയയുടെ അരൂപി ഒരുവൻ്റെ മേൽ കടന്നുകൂടി അവൻ അവളെ സംശയിക്കുകയോ, ഭാര്യ മലിനയല്ലാതിരിക്കെ അസൂയയുടെ അരൂപി ഒരുവൻ്റെ മേൽ കടന്നുകൂടി അവൻ അവളെ സംശയിക്കുകയോ ചെയ്താൽ ഭർത്താവ് തൻ്റെ ഭാര്യയെ പുരോഹിതൻ്റെ പക്കൽ ഹാജരാക്കണം. അവളെ പ്രതി അവളുടെ നൈവേദ്യമായി 10 ഏഫ യവമാവ് അവൻ കൊണ്ടുവരികയും വേണം. അതിന്മേൽ അവൻ എണ്ണ പകരരുത്, അതിന്മേൽ കുന്തുരുക്കം വയ്ക്കുകയുമരുത്. കാരണം അത് ശങ്കാവിഷയങ്ങൾക്കുള്ള ധാന്യയാഗമാണ്, കുറ്റം ഓർമ്മിപ്പിക്കുന്ന ഒരു സ്മാരക ധാന്യയാഗം. പുരോഹിതൻ അവളെ കൊണ്ടുവന്ന് കർത്തൃസന്നിധിയിൽ നിർത്തണം. ഒരു മൺപാത്രത്തിൽ പുരോഹിതൻ വിശുദ്ധ ജലമെടുക്കണം. ആലയത്തറയിലുള്ള കുറച്ചു പൊടിയെടുത്ത് പുരോഹിതൻ ജലത്തിലേക്കിടണം. സ്ത്രീയെ കർത്തൃസന്നിധിയിൽ നിർത്തിയിട്ട് പുരോഹിതൻ സ്ത്രീയുടെ ശിരസ് അനാവരണം ചെയ്യണം. ശങ്കാവിഷയങ്ങൾക്കുള്ള ധാന്യയാഗമായ സ്മാരകധാന്യയാഗവസ്തു അവൻ അവളുടെ കരതലങ്ങളിൽ വയ്ക്കണം. പുരോഹിതൻ്റെ കയ്യിലാകട്ടെ ശാപങ്ങളുടെ കയ്പുനീര് ഉണ്ടായിരിക്കണം. അനന്തരം പുരോഹിതൻ അവളെ സത്യം ചെയ്യിച്ച് സ്ത്രീയോട് പറയണം: നിന്റെ ഭർത്താവിന് വിധേയയായിരിക്കെ ഒരു പുരുഷൻ നിന്നോടൊത്ത് ശയിച്ചിട്ടില്ലെങ്കിൽ, നീ വഴിപിഴച്ച് മലിനയായിട്ടില്ലെങ്കിൽ, ശാപങ്ങളുടെ ഈ കയ്പുനീരിൽ നിന്ന് നീ സുരക്ഷിതയായിരിക്കുക. എന്നാൽ നീ നിന്റെ ഭർത്താവിന് വിധേയയായിരിക്കെ യഥാർത്ഥത്തിൽ വഴിപിഴച്ച് സ്വയം മലിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷൻ നീയുമായി ലൈംഗിക ബന്ധം പുലർത്തിയിട്ടുണ്ടെങ്കിൽ, പുരോഹിതൻ സ്ത്രീയെക്കൊണ്ട് ശാപശപഥത്തോടെ സത്യം ചെയ്യിച്ച് ആ സ്ത്രീയോട് പറയണം: കർത്താവ് നിന്റെ അരക്ക് ശോഷിപ്പിച്ച് നിനക്ക് മഹോദരം വരുത്തി നിന്നെ നിന്റെ ജനത്തിനിടയിൽ ശപഥത്തിനും ശാപത്തിനുമായി വിട്ടുകൊടുക്കട്ടെ. ശാപത്തിൻ്റെ ഈ ജലം നിന്റെ കുടലുകളിൽ കടന്ന് മഹോദരം വരുത്തുകയും അര ശോഷിപ്പിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ സ്ത്രീ ആമേൻ ആമേൻ എന്നു പറയണം. പുരോഹിതൻ ഈ ശാപങ്ങൾ ഒരു പുസ്തകത്തിലെഴുതി കയ്പുനീരിലേക്ക് കഴുകിച്ചേർക്കണം. എന്നിട്ട് ശാപങ്ങളുടെ കയ്പുനീര് അവൻ അവളെ കുടിപ്പിക്കണം. ശാപജലം അവളിൽ കടന്ന് കയ്പായിത്തീരും. പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ശങ്കാവിഷയങ്ങൾക്കുള്ള ധാന്യയാഗം സ്വീകരിച്ച് കർത്തൃസന്നിധിയിൽ ധാന്യയാഗം നീരാജനം ചെയ്യണം. പിന്നെ അത് അവൻ ബലിപീഠത്തിൽ സമർപ്പിക്കണം. പുരോഹിതൻ ധാന്യയാഗവസ്തുവിൽ നിന്ന് അതിൻ്റെ സ്മരണാംശമായി ഒരു പിടി കോരിയെടുത്ത് ബലിപീഠത്തിൽ ധൂമിക്കണം.
അതിനുശേഷമാണ് അവൻ സ്ത്രീയെ ജലം കുടിപ്പിക്കേണ്ടത്. അവൾ മലിനയായി സ്വപുരുഷനോട് അവിശ്വസ്തത കാട്ടുക തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അവളെ കുടിപ്പിക്കുമ്പോൾ ശാപജലം അവളിൽ കടന്ന് കയ്പുള്ളതായി തീരുകയും അവളുടെ ഉദരം വീർക്കുകയും അരക്കെട്ട് ശോഷിക്കുകയും അങ്ങനെ ആ സ്ത്രീ സ്വജനത്തിനിടയിൽ ഒരു ശാപമായി തീരുകയും ചെയ്യും. എന്നാൽ ആ സ്ത്രീ സ്വയം മലിനയായിട്ടില്ല, പ്രത്യുത ശുദ്ധിയുള്ളവളാണ് എങ്കിൽ അവൾ കുറ്റവിമുക്തയാകും, സന്താനലബ്ധയാകുകയും ചെയ്യും. ഒരു സ്ത്രീ സ്വപുരുഷന് വിധേയയായിരിക്കെ വഴിപിഴയ്ക്കുകയും സ്വയം മലിനയാകുകയും ചെയ്യുമ്പോൾ ശങ്കാവിഷയങ്ങളെ സംബന്ധിക്കുന്ന നിയമമിതാണ്. അതുപോലെ തന്നെ അസൂയയുടെ അരൂപി ഒരു പുരുഷനിൽ കടന്നുകൂടി തൻ്റെ ഭാര്യയെ അവൻ സംശയിച്ച് അവളെ അവൻ കർത്തൃസന്നിധിയിൽ നിർത്തുമ്പോൾ പുരോഹിതൻ ഈ നിയമവിധി ഓരോന്നുമാണ് അവളോട് അനുവർത്തിക്കേണ്ടത്. പുരുഷൻ കുറ്റത്തിൽ നിന്ന് വിമുക്തനായിരിക്കും, എന്നാൽ ആ സ്ത്രീ തൻ്റെ കുറ്റം വഹിക്കണം.